ഇന്ന് വളരെ നല്ല ഒരു ദിവസമാണ്. അക്ഷയതൃതി. ഇന്ന് വാങ്ങുന്നതൊക്കെ വളരെ നന്നായിട്ടിരിക്കുന്നു നിങ്ങൾക്ക്. കാരണം ഒരുപാട് ആൾക്കാർ സ്വർണം വാങ്ങും. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സമയം 1 ഗ്രാം സ്വർണ്ണമെങ്കിലും വാങ്ങാം. സർ എന്ത് സർ ഇന്നലെ ഗോൾഡിന് വിൽക്കാൻ പറഞ്ഞു, പക്ഷെ ഇന്ന് നിങ്ങൾ വാങ്ങാൻ പറയുന്നത് എന്ത് സർ ഇത്? അക്ഷയതൃതി അന്ന് എന്താണ് ഞാൻ ഗോൾഡ് പീസ് വാങ്ങേണ്ടാമെന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളെ ചോദ്യങ്ങളൊക്കെ വിഷ്ണുവിൻ്റെ അടുത്ത് ചോദിക്കും. ഞാൻ അത് ഉത്തരം പറയാം. സർ ആദ്യം ടി സി എസിന്റെ റിസൾട്ട് വന്നിരിക്കുന്നു അവരുടെ പ്രോഫിറ്റ് വന്നിട്ട് 12% ഇയർ ഓൺ ഇയർ. അതായത് വിപ്രോയിലത് 1.9% കുറഞ്ഞിരിക്കുന്നു. 12% ടി സി എസിൽ കയറിയിരിക്കുന്നു, വിപ്രോയിൽ 2% കുറഞ്ഞിരിക്കുന്നു. സർ ഇവർ രണ്ടുപേരും മേജർ പ്ലെയേഴ്സ് ഇൻ IT. എന്താണ് ഈ ഡിഫറൻസ് വരുന്നത് സർ? ടി സി എസ് കയറിയതിന്റെ കാരണം പി വാല്യൂ ഡിപ്രീഷിയേറ്റ് ആയത് ഒരു മുഖ്യ കാരണം. നോക്കിയാൽ വിപ്രോയ്ക്കും അത് നടന്നിരിക്കുന്നല്ലോ സർ. ഷുവർ. വിപ്രോയ്ക്ക് വന്നിട്ട് മെയിൻലി ഡോളർ ഏർണിങ്സ് ആണ്. PCSന് വന്ന് 30 to 35, 40% വരയ്ക്കും. യൂറോയും ബ്രിട്ടീഷ് പൗണ്ടുമാണ് ഇരിക്കുന്നു. യൂറോയും ബ്രിട്ടീഷ് പൗണ്ട് ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഗെയിൻ ആയിരിക്കുന്നു. ഓക്കെ, ഗെയിൻ ആയിരിക്കുന്നു. റുപ്പിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അത് ഇന്നും ഗെയിൻ ആയിരിക്കുന്നു. അപ്പോൾ അത് ഒരു റീസൺ. രണ്ടാമത് കാര്യം, വിപ്രോയിൽ മാർജിൻ കംപ്രഷനും ഇരിക്കുന്നു. അത് മാർജിൻസ് ആർ ലോവർ. പിന്നെ യൂറോപ്പ് ആൻഡ് ഇംഗ്ലണ്ടിലും അവർക്ക് അത്ര കോൺടാക്റ്റും ഉണ്ട്. സോ അവർക്ക് ഡോളർ ബേസ്ഡ് റവന്യൂ ആണ്. ഒരു കാര്യം വന്നിട്ട് അവർ ഗൾഫിലും ഒരുപാട് വച്ചിരിക്കുന്നു. കറൻസിയൊക്കെ പാക്ഡ് അഗെയിൻസ്റ്റ് US സ്റ്റോക്ക്. അവർക്കിപ്പോൾ ഡോളർ എക്സ്പോഷർ കൂടുതലിരിക്കുന്ന കാരണം ഈ അടി വാങ്ങിയിരിക്കുന്നു. പ്ലസ് മാർജിനും കുറഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യം ടി സി എസിൽ എന്തെന്ന് വെച്ചാൽ, റുപ്പി വാല്യൂ ഇത്ര ഇരിക്കുന്ന സമയം ടി കമ്പനീസ് തന്നെ നമ്മൾ കൺസിഡറേഷൻ ലിസ്റ്റിൽ മേജർ ലെവലിൽ ഇരിക്കുമ്പോൾ ഡീപ്പ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് സർ. ടി സി എസ് അവരുടെ ഡിവിഡൻഡ് ടാറ്റ സൺസിന് കൊടുക്കുന്നത് വന്നിട്ട് അടച്ചിരിക്കുന്നു എന്നൊരു ന്യൂസ് കണ്ടായിരുന്നു. ഇതിലിപ്പോ ലാർജ് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ട് എയർ ഇന്ത്യ, ഇലക്ട്രോണിക് സെഗ്മെന്റ്സ് ഇതുപോലത്തെ കാര്യങ്ങളിൽ ഞാൻ പോകുന്നു എന്ന് പറയുന്നു. എന്നാൽ ടി സി എസിന്റെ ഡിവിഡൻഡ് ടാറ്റ ഗ്രൂപ്പിന് പർട്ടിക്കുലർ പോയിന്റിൽ കുറയുന്നു എന്ന് പറയുമ്പോൾ ഓവറോൾ ടാറ്റയുടെ ഗ്രോത്തിന് ഫയൽ ചെയ്യത്തില്ല. 2% തന്നെ കുറച്ചിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് 3 കമ്പനി ശരിയായിരിക്കുന്നു. ടൈറ്റൻ വളരെ നല്ലതായിട്ട് ടേൺ അറൗണ്ട് ആയിരിക്കുന്നു. ഒരു സ്ഥലത്തിന് ടേൺ അറൗണ്ട് ആയി നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ടാറ്റയുടെ 2 ട്വിങ്സ് ഇരിക്കുന്നല്ലേ, ടാറ്റ കമേഴ്ഷ്യൽ, ടാറ്റ പാസഞ്ചർ. 2 പേരും ഡിവിഡൻഡ് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ടാറ്റ സ്റ്റീലും ടേൺ അറൗണ്ട് ആയിരിക്കുന്നു. ഈ ലോസ് ഇവിടെ ഇരിക്കുന്ന വേറെ സ്ഥലങ്ങളിൽ മേക്കപ്പ് ചെയ്യാൻ പോകുന്നു. ടൈറ്റനെ കുറിച്ച് പറഞ്ഞ കാരണം ടൈറ്റനിൽ നിന്നൊരു ചോദ്യം സർ. ഇപ്പൊ അവര് സ്റ്റഡഡ് ജ്വല്ലറി, ലെസ് വെയിറ്റ് ജ്വല്ലറി ഒക്കെ നിറയെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. 16, 14 ക്യാരക്ടറിലൊക്കെ ഇറക്കുന്നു. സോ എന്ത് തന്നെ പി കൂടുതലായിരുന്നാലും മക്കൾ ഈ റേറ്റിൽ ഗോൾഡിന് കാശ് കൊടുത്ത് വാങ്ങാൻ പോണതില്ല. 18, 16, 14 ക്യാരക്ടറിന് പുതിയതായിട്ട് ഒരു മാർക്കറ്റ് തന്നെ പുതിയ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നു. അപ്പോൾ പി വാല്യുവേഷൻ കുറച്ച് ഹൈ ആയിരുന്നാലും കുറച്ച് ഹൈ ആയില്ലല്ലോ, സെഞ്ചുറി ലെവലിലല്ലേ ഇരിക്കുന്നു. 40-50 കൂടെ ഇല്ല, 100 നോട്ട് ഔട്ടിലല്ലേ ഇരിക്കുന്നു. കാരണം ചുമ്മാ നോക്കി തന്നെ ഇരിക്കണം. ഫാക്ട് സാർ. പക്ഷെ പുതിയതായിട്ട് ഒരു മാർക്കറ്റ് ഓപ്പൺ ആവുന്നല്ലോ. എങ്ങനെയോ മിസ്സായി, അത് ഓപ്പൺ ആവണത് ആവുന്നു. ഈ വൈറസ് സൂചി എന്ന് പറയുന്നത് വൈറസ് സൂചി തന്നെ. സർ അതായത് ഹൈലി ഓവർ സ്റ്റോക്കിന് വാങ്ങിയ ഒരുപാട് കൊല്ലത്തിന് അങ്ങനെ ഇരിക്കും. അതായത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ സർ, ഒരുപാട് ദിവസം അതേ റേഞ്ചിൽ തന്നെ ഇരിക്കും. ഇന്നും അവിടെ തന്നെ ഇരിക്കും. അപ്പൊ പുതിയതായിട്ട് ഒരു മാർക്കറ്റ് ഓപ്പൺ ആവുമല്ലേ സർ? നടക്കുമ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റോക്കിന്റെ പ്രൈസും കയറണല്ലേ? അത് അങ്ങനെയല്ല. മാർക്കറ്റ് ഔട്ട് ഓഫ് എവർ ചെല്ലുവാണെങ്കിൽ അത് ഇറങ്ങും. ഇതിന്റെ അടുത്ത് നമ്മൾ ചെല്ലരുത്. ടൈറ്റൻ ആയിരുന്നാലും എങ്ങനെ വലിയ മാർക്കറ്റ് കയറിയാലും വൈറസ് സൂചി തന്നെ. 10 രൂപയ്ക്ക് സാധനം 7 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ തന്നെ എടുക്കണം. രൂപയ്ക്കുള്ള ഒരു സാധനത്തിന് 20 രൂപ കൊടുത്ത് വാങ്ങരുത്. ഈ വൈറസ് സൂചി പറയുന്നത് വൈറസ് സൂചി തന്നെ. HDFCന്റെ Q4 ബിസിനസ് അപ്ഡേറ്റ് വന്നിരിക്കുന്നു. റിസൾട്ട് എല്ലാം അതായത് ക്രോസ് അഡ്വാൻസസ് വന്ന് 12% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ആകുന്നു. അത് ചാൻസ് ഇരിക്കുന്നു എന്ന് പറയുന്നു. ഇത് വളരെ കുറവാണ്. അവർക്ക് എപ്പോഴും 20% ആണ് ബെഞ്ച് മാർക്ക്. HDFCയെ പുറത്തെ മറ്റിൽ പ്രോബ്ലം എന്തെന്നാൽ ഒരു ഡെപ്പോസിറ്റ് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ആകുന്നു. 12% ഇൻക്രീസ് ആവും. ഇത് അവർക്ക് തികയില്ല. അങ്ങനെയല്ല, കൂടുതൽ വേണം. രണ്ടാമത് കാര്യം, ഇന്ന് അവരെ മാനേജ്മെന്റിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കമന്ററി വരുന്നു. ഇഷ്യൂ ആഫ്റ്റർ ഇഷ്യൂ വന്നുകൊണ്ടേയിരിക്കുന്നു. കാർ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നവർ വേറെ ഏതോ ഡോട്ടറിന്റെ പേരിൽ ഡീലർഷിപ്പ് എടുത്തു എന്ന കാര്യത്തിനെ കുറിച്ച് വന്നു. 5 കൊല്ലത്തിന് മുമ്പേ ആണ് ഇത് നടന്നത്. അതിനുശേഷം ഡിജിറ്റൽ ലിങ്ക് കാർഡ് ആഡ് ചെയ്യരുത് എന്ന് വന്നായിരുന്നു അന്ന്. ഇതിന്റെ ശേഷം ഇപ്പൊ അർത്തനു ചക്രവർത്തി അതിന് ക്രെഡിറ്റ് കാർഡ് കൊടുക്കരുതെന്ന് നിർത്തി വെച്ചല്ലേ. അർത്തനു ചക്രവർത്തി ഇതിന്റെ ഇടയ്ക്ക് മിസ്സെല്ലിംഗ് ഓഫ് KT1 ബോൺസ്. സോ തിരികെ അതിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് റീൽസ് ഒക്കെ വരുന്നു, നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നു. റഷീദൂറിന്റെ മോഡൽ തന്നെ ആരോ കേസ് ഇട്ടിരിക്കുന്നു. ഇതൊക്കെ ക്ലീനപ്പ് ചെയ്ത് അവരെ ഇമേജിനെ മാറ്റിയില്ലെങ്കിൽ
4 times വാല്യുവേഷൻ കിട്ടൂല. ഇതിനെ പ്രൊമോട്ടർ ഇന്റഗ്രിറ്റി എന്ന് നോക്കുമ്പോൾ അതിലെ ജോലി നടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ സർ അതാണ് ചോദിക്കുന്നത് സർ. ഇത് ജോലിക്കാർ തെറ്റ് ചെയ്തതാ. അതായത് ആ ഓർഗനൈസേഷന്റെ നടത്തിയവരുടെ മുകളിൽ പറയാം. പറഞ്ഞ പോലെ എഫിഷ്യൻ്റ് ആയിട്ട് ശശിധർ ജഗദീശൻ കൊണ്ട് നടത്താൻ പറ്റിയില്ല എങ്കിൽ ശശിധറിനെ മാറ്റിക്കൊണ്ട് വേറെ ആരെങ്കിലും ഇട്ട് നോക്കണം. സർ അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് പോട്ടെ സർ, നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണോ വേണ്ടിയോ എന്നതാണ് ചോദ്യം സർ. ഇപ്പോൾ ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ബാങ്ക്സ് ലൈക്ക് ദിസ് ഫറ്റിൻ്റെ ഫേമസ് അമേരിക്കൻ എക്സ്പ്രസ് ബാങ്ക് ഇരുന്നത് പോലെ ഇതൊക്കെ ടു ബിഗ് ടു ഫെയിൽ. എൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെക്കാനിസം ഇസ് ഇൻ HDFC ഓൺലി. HDFC ബാങ്ക് ഇസ് ടു ബിഗ് ടു ഫെയിൽ. അവർ നല്ലൊരു മാനേജ്മെൻറ്റിനെ എടുക്കും. റിപ്പോർട്ട് December 2025 വന്ന് ഇന്ത്യയുടെ എക്കോണമി 4th ലാർജസ്റ്റ് എക്കോണമി എന്നൊരു ന്യൂസ് വന്നായിരുന്നു എന്ന് പറഞ്ഞ് ഒരാൾ ഇളക്കി വിട്ടിരിക്കുന്നു. ഇതും പറഞ്ഞെന്ന് വെച്ചാൽ ഉരുട്ടി. റിയാലിറ്റി എന്തെന്ന് വെച്ചാൽ 6ാം സ്ഥലത്തിലാണ്. അത് ഇങ്ങനെയാണ് സർ, 3 കൊല്ലത്തിന് ഒരിക്കൽ മാറിക്കൊണ്ടേയിരിക്കും. കാരണം രൂപയുടെ വാല്യൂ വിഴുന്നുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ഡോളറിലാണ് മെഷർ ചെയ്യുന്നത്. പൗണ്ട് വാല്യൂ കയറുന്നു, രൂപയുടെ വാല്യൂ ഇറങ്ങിയിരിക്കുന്നു. രൂപയുടെ വാല്യൂ ഇറങ്ങിയിരിക്കുന്നു, അവർ ചരക്ക് മരത്തിൽ കയറിയിരിക്കുന്നു. ഞാൻ എന്ത് പറയുന്നു എന്നാൽ രൂപ 60 രൂപയ്ക്ക് ചെന്നപ്പോഴും മൻമോഹൻ സിംഗിൻ്റെ പീരീഡിൽ ഇതുപോലെ ചരക്ക് വീഴുന്നില്ല. രൂപ വന്നിട്ട് 80 90 ചെല്ലുന്ന മുമ്പ് തലവർ ചരക്ക് മരത്തിലിരുന്ന് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സർ ഈ ഗോൾഡിന്റെ വാല്യൂ അക്ഷയ തിരുതി അന്ന് വലുതായിട്ട് കയറിയിരിക്കേണ്ടതാണ്. ഒരു സ്ലിപ്പ് ഉണ്ടല്ലേ സർ അവിടെ, വെയിറ്റ് ഓഫ് ഹോമോസിന്റെ മാറ്റർ തിരികെ ഇങ്ങനെ വരും. ഇവിടുന്ന് കയറ്റി തിരികെ ഇറക്കും. നൈറ്റ് ഗോൾഡ് കയറി മൂടിന്ന് വെച്ചോ, തിരികെ ഗോൾഡ് ഇറങ്ങും. പിന്നെ സമയം നോക്കി 100 രൂപ 200 രൂപ ഇറങ്ങും. ഇതിനൊരു എൻഡ് ഇല്ല സർ. ഇത് ഈ പോണ സിറ്റുവേഷൻ നോക്കിയെങ്കിൽ ഗോൾഡ് വാങ്ങി ലോക്കറിൽ വെക്കാം സർ, പ്രശ്നമില്ല. ഇപ്പൊ ഇവിടെ വോളറ്റാലിറ്റി എവിടെ വരുന്നു എന്നാൽ ഇതായിട്ട് ബീറ്റ് ചെയ്യുന്നത് മാർക്കറ്റിലാണ്. മാർക്കറ്റിനകത്ത് ഇറങ്ങണോ വേണ്ടിയോ, ഇതാണ് ചോദ്യം. മാർക്കറ്റിൽ ടിഫൻ കോഫി റേഞ്ചിൽ തന്നെ ഇരുന്നാൽ മതി. ഇപ്പോൾ എല്ലാത്തിന്റെ സിറ്റുവേഷൻ ഇങ്ങനെ ഇരിക്കുന്നു എന്നാൽ സർ, ഇപ്പൊ മാർക്കറ്റ് വിളുന്നിരിക്കുന്നു, ഞാൻ ഇഷ്യൂ വലുതായിക്കൊണ്ടിരിക്കുന്നു, കുറച്ച് വിളുമെന്ന് നമ്മൾ കുറെ വെയിറ്റ് ചെയ്യുന്നു. ഈ ഇരിക്കുന്ന സമയം പെട്ടെന്ന് കയറുന്നു, 500 വാങ്ങിയിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തത് വന്നിട്ട് മുത്തൂട്ട് 30 രൂപ ഷെയറിന് ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നു. ഗോ അല്ലാതെ ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് ഇൻഷുറൻസ് സെഗ്മെന്റിന്റെ അകത്ത് ഇറങ്ങുന്നു. മുത്തൂട്ട് ബാക്ക് ടു ബൈ ഗോൾഡ്. അപ്പോൾ ഇത് ഇന്നൊരു സ്ട്രോങ് കോമ്പറ്റീറ്റീവ് ആയിരിക്കും. ജഹൻ ഇൻഷുറൻസ് ഏജന്റ് ആയെങ്കിൽ കമ്പനി തുടങ്ങും. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ക്ഷണ വയ്ക്കുന്നു, അത്രയും തന്നെയല്ലേ. ഗോൾഡ് വാങ്ങാൻ വരുന്നു, നിന്റെ അടുത്ത് അവൻ ഇൻഷുറൻസ് വയ്ക്കുന്നു, പക്ഷെ അവൻ എടുക്കും. അപ്പം ഇതിൽ അവർക്ക് ഏതൊരു പ്രശ്നവും ഇല്ല അല്ലേ, ആർക്കും ഒരു ബന്ധവും ഇല്ല. ആണെങ്കിൽ കമ്മീഷൻ 1 രൂപ ലാഭം വന്നാൽ ലാഭം, ഇല്ലെങ്കിൽ 1 രൂപ എനിക്ക് നഷ്ടവുമല്ല അല്ലേ. നോ ഇൻവെസ്റ്റ്മെന്റ്. ഒരു 30 രൂപ ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നു സർ. ഗോയിങ് ഫോർവേഡ് ഇപ്പോൾ ഇത് കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഇറങ്ങുവാണെങ്കിൽ അത് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇതിന്റെ മേളിൽ ബെറ്റർ ടു കൺസിഡർ മണപ്പുറം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓർ ഫെഡറൽ ബാങ്ക്. ഇപ്പൊ മൺഡേ മാർക്കറ്റ് എങ്ങനെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു സർ. എന്ന് വെച്ചാൽ സർ, ഈ സ്ട്രൈറ്റ് ഓഫ് ഹോമോസിന് ഓപ്പൺ ചെയ്തു എന്നാൽ ഹാഷ്ടാഗ് വന്നിട്ട് 900 പോയിന്റ് കയറും. 36 hours ഇരിക്കുന്നു. ഇത്രയും പ്രാവശ്യം ബൾട്ടി അടിക്കുന്നു അവര്. ലേറ്റസ്റ്റ് ബൾട്ടി വന്ന് 9 മണിക്ക് അറിയാൻ പറ്റും. അപ്പൊ തന്നെ അവർ ഡിസൈഡ് ചെയ്യും. റൈറ്റ് സർ. ഇവർ ട്രംപ് അടിക്കും ബൾട്ടി ഇറാൻ നോക്കി. നന്ദി സർ. നന്ദി. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കും. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം.